അല്ലാഹുവിന്റെ ഇജാസത്തോടുകൂടെയുള്ള പരിശുദ്ധമായ വളരെ മഹത്വമുള്ള സ്വലാത്ത്, ആ പരിശുദ്ധ സ്വലാത്ത് ലോക ജനതയോട് ചൊല്ലാൻ വേണ്ടിയിട്ട് കൽപ്പന ഉണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നീങ്ങാത്ത ദുഃഖങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേ ദിവസം ബായാറ് സ്വലാത്തായിരുന്നു. ബായാറ് സ്വലാത്തിന്റെ തലേ ദിവസം തന്നെ, വ്യാഴാഴ്ച തന്നെ, ബോംബെയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, ഗോവയിൽ നിന്ന്, വിദേശ നാടുകളിൽ നിന്ന്, അബുദാബിയിൽ നിന്ന് വരെ സ്വലാത്തിൽ മാത്രം പങ്കെടുക്കാൻ, സംബന്ധിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെത്തിയിട്ട്, അങ്ങനെ തമിഴ്നാട്ടിലെ, കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, മൈസൂർ, ബാംഗ്ലൂർ, തുംകൂർ, ചിക്ക്ബാംഗ്ലൂർ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളത്തിന്റെ ഒഴുക്ക് പോലെ ബായാറ് നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ മാസാമാസം ജനങ്ങൾ അവിടേക്ക് എന്തുകൊണ്ട് ഒഴുകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, ബായാറ് സ്വലാത്ത് പോലെ തന്നെ മലപ്പുറം ജില്ലയിൽ സാധുവായ എന്റെ വീടിനടുത്ത് ഞങ്ങൾ നടത്തി വരുന്ന മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസ്, മൂന്നാക്കൽ എന്ന് പറയുന്ന നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ 10,000-കണക്കിന് ആളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിപ്പെടുന്ന പരിശുദ്ധ മജ്ലിസിലും എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട്, വേദനിച്ച്, വിഷമിച്ച് ഒരു മുറുക്ക് വെള്ളം പോലും കിട്ടാൻ പ്രയാസകരമാകുന്ന അവസ്ഥയിൽ ജനങ്ങൾ എത്തിപ്പെടുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ, വലിയ വലിയ മാരകമായ ബ്രെയിൻ ട്യൂമർ പിടിപെട്ടിട്ട്, ബ്ലഡ് ക്യാൻസർ പിടിപെട്ടിട്ട് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നിന്ന് വരെ, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ കാൽപ്പാടിയിലെ CMC ഹോസ്പിറ്റൽ ഉൾപ്പെടെ, ബോംബെ ഹോസ്പിറ്റൽ ഉൾപ്പെടെ, മാംഗ്ലൂരിലെ KMCയിൽ നിന്നും മണിപ്പാൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാർ പരിശോധന നടത്തിയിട്ട്, ചെക്കപ്പ് നടത്തിയിട്ട്, അതിന്റെ റിസൾട്ട് കൈമാറിയിട്ട്, ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനിൽ നിന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് മയ്യത്ത് പോലെ താങ്ങിക്കൊണ്ടുവരുന്ന രോഗികൾ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു സുഖപ്പെടുത്തിയ, ജന്മനാ കാഴ്ചയില്ലാത്തവർക്ക് അല്ലാഹു കാഴ്ച നൽകിയ, സംസാരിക്കാത്തവർക്ക് അല്ലാഹു സംസാരശേഷി നൽകിയ, ജന്മനാ നടക്കാത്തവരെ അല്ലാഹു നടത്തിയ, 2 കിഡ്നിയും ഫെയിൽഡ് ആയിട്ട് ഡയാലിസിസ് പോലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വെൺലോക്ക് ഹോസ്പിറ്റലിൽ 13 വയസ്സുള്ള കൊടക് ജില്ലയിലെ എരുമാട് സ്വദേശിയായ ഉമറുൽ ഫാറൂഖിന്റെ മകൻ അത്യാസന്ന നിലയിലുണ്ടായപ്പോൾ, അങ്ങനെ 1000 ആളുകളെ നമുക്ക് പറയാൻ പറ്റും. ഒരു കുട്ടിയെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബായാറ് സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ടിട്ട് സ്വലാത്ത് മജ്ലിസിൽ വെച്ച വെള്ളം കൊണ്ടു കൊടുത്തിട്ട് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കിഡ്നി മാറ്റിവെക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ച ആ കുട്ടിയുടെ കിഡ്നി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇനി കിഡ്നി മാറ്റിവെക്കേണ്ടതില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴും ഒരു മെഡിസിനും കഴിക്കാതെ വളരെ സുഖസുന്ദരമായിട്ട് ആഫിയത്തോടെ ആ കുട്ടി ഇപ്പോഴും ജീവിക്കുന്നെങ്കിൽ, അങ്ങനെയുള്ള 10, 25, 30 വർഷമായി കല്യാണം കഴിച്ചിട്ട് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകൂല. വേദനിക്കുന്ന ഹൃദയവുമായി പ്രതീക്ഷയോടെ, നിരാശപ്പെടാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് മജ്ലിസിൽ എത്തിപ്പെട്ടിട്ട് സ്വലാത്തിന്റെ ശറഫ് കൊണ്ട് ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുടെ ദുആന്റെ ബർക്കത്ത് കൊണ്ട്, റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് 1000-കണക്കിന് ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ നൽകിയ 1000 വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ഞങ്ങളുടെ ജില്ലയായ മലപ്പുറം ജില്ലയിലെ മൂന്നാക്കൽ എന്ന് പറയുന്ന
പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തുന്നതെങ്കിൽ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലില്ല, ആഖിറത്തിലില്ല. ഇത് ബയാറ് തങ്ങൾ പറയല്ല. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ പ്രിയ ശിഷ്യരായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിലെ 1/4 ഭാഗം ഞാൻ തങ്ങൾക്ക് സ്വലാത്ത് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി നൽകിയത് ഖാല നഅം ഫഇൻ സിത്ത ഫഹുവ ഖൈറുൻ ലക, നീ അങ്ങനെ ചെയ്തോ, അതിനേക്കാളും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് മഹത്തരമാണെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ച സ്വഹാബി വീണ്ടും തങ്ങളോട് ആവർത്തിച്ച് ചോദിക്കുന്നു, എന്നാൽ എന്റെ ജീവിതത്തിലെ 1/3 ഭാഗം പറഞ്ഞോട്ടെ, പകുതി പറഞ്ഞോട്ടെ. ചോദ്യം ഇങ്ങനെ തുടരുന്നു. മറുപടിയും തങ്ങൾ അതേ നിലയ്ക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് നല്ലതാണെന്ന് മറുപടിയും മടക്കി പറയുന്നു. ഈ മറുപടി കിട്ടിയ സ്വഹാബി അവസാനം തങ്ങളോട് പറയുന്നു, എങ്കിൽ യാ റസൂലല്ലാഹ്, എന്റെ ഫർളായ അഅ്മാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴുവൻ സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ, സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. അസ്സയം റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ അവിടുന്ന് മറുപടിയായി പറഞ്ഞ് അതാ സ്വഹാബിയായ ശിഷ്യനെ വിളിക്കുന്നു, മോനെ ഉബയ്യേ, ഇദാ യഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറ, നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ്വ പ്രശ്നപരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമും സ്വലാത്തിനെ പരിഹസിക്കില്ല, സ്വലാത്തിനെ ആക്ഷേപിക്കില്ല, സ്വലാത്തിനെ കുറ്റപ്പെടുത്തില്ല, സ്വലാത്തിന്റെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കില്ല, സ്വലാത്തിന്റെ പേരിൽ തെറ്റിദ്ധാരണ വരത്തില്ല. അതെല്ലാം തങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഹബീബിന്റെ ബഹുമാനത്തിന് കോട്ടം വരുത്തിയ സംസാരങ്ങളാണ്. അത് മുസ്ലിമിന് പറ്റിയതല്ല. അത്തരം സംസാരം മുസ്ലിം സംസാരിച്ചാൽ അത് ഹബീബിന് സഹിക്കില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കാത്തത് റബ്ബ് പൊറുക്കില്ല. അത് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ട് പരാജിതരിൽ അകപ്പെടാൻ വലിയ കാരണമാണെന്ന് അയിമ്മത്ത് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഞാൻ വാക്ക് ചുരുക്കുന്നു, ആവുന്നത്ര സ്വലാത്ത് പറഞ്ഞു. ഹബീബ് നമ്മോട് പറയുന്നു, ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്ത്. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു, അതേ സ്വലാത്ത് മജ്ലിസ് സംഘടിപ്പിക്കുന്നതാരാണ്, ജനങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നവരാരാണ്. അങ്ങനെ സ്വലാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അകപ്പെട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനവും മദ്ഹും സ്വലാത്തും സലാമും നിലനിർത്തി തങ്ങളെ ആദരവ് ജീവിതത്തിൽ നിലനിർത്തിയവരാരാണ്. അവരും തങ്ങളും വലിയ പരിചയത്തിലാണ്, അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സാക്ഷ്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങളോട് പറയുന്നു, ജീവിതത്തിൽ വെറുതെ സമയം കളയുന്നതിന് പകരം, അവരെ ഇവരെയും പറയുന്നതിന് പകരം അല്ലാഹുവിന്റെ ദീനിന്റെ അഹ്കാമുകൾ മറികടന്നിട്ട് ഈ ദീനിനെ കൊച്ചാക്കിയിട്ട് ആഖിറത്തിലെ ചിന്തയില്ലാതെ നാവിനെ ചലിപ്പിക്കുന്ന മുസ്ലിമീങ്ങളോട് പറയുന്നു, ഓ മുസ്ലിമേ, ജീവിതത്തിൽ കള്ളം പറയണ്ട, ഗീബത്ത് പറയണ്ട, ഫിത്ന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. അഹ്ലുസുന്നയുടെ ഒരൊറ്റ ആലിമിനെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ആലിമീങ്ങൾ ദീനിന്റെ നെടുന്തൂണുകളാണ്. അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. ഈ പരിശുദ്ധ ദീനിനെ ഈ ലോകത്ത് ദഅവത്ത് ചെയ്യാൻ ആ
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ലോകത്ത് പ്രചരിപ്പിക്കാൻ പ്രബോധനം നടത്താൻ വേണ്ടി അല്ലാഹു നിയോഗിച്ച മഹാന്മാരായ മാസൂമികളായ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളുടെ അനന്തരക്കാരെന്ന് ഹബീബായ തങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ച ഉലമാ ഉമ്മത്തി കഅംബിയാഇ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായീലിലെ അമ്പിയാക്കളുടെ സ്ഥാനമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്കെന്ന് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു നിർത്തിയില്ല. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അതേ ആലിമീങ്ങൾ അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കൾ അനന്തരപ്പെടുത്തിയത് ധാരാളം തോട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റ് സമ്പാദ്യങ്ങളോ ഫ്ലാറ്റുകളോ കൊട്ടാരങ്ങളോ അല്ല, അതേ ദീനാറും ദിർഹമും അല്ല. വലാകിൻ വറസുൽ ഇൽമ, അവർ അനന്തരപ്പെടുത്തിയത് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമാണ്. ആ ഇൽമിന്റെ അഹ്ലുകാരായ ആലിമീങ്ങൾ അവർ വലിയ ഖൈറിന്റെ ഉടമകളാണ്. അതുകൊണ്ടാണ് തങ്ങള് ആലിമീങ്ങളെ ബഹുമാനം പറഞ്ഞത്. ഈ സദസ്സിൽ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടല്ലോ, ആലിമീങ്ങൾ ഉണ്ടല്ലോ, ആലിമീങ്ങളെ ബഹുമാനം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, മയുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. എന്താണ് അവിടെ പറഞ്ഞത്? അല്ലാഹു ഒരാളെ കൊണ്ട് ദീനിൽ ഖൈർ ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ അല്ലാഹു മതപരമായ അറിവ് നൽകിയിട്ട് പാണ്ഡിത്യം നൽകിയിട്ട് അല്ലാഹു അവന് വലിയ തൗഫീഖ് നൽകും. അപ്പോ മുത്തഅല്ലിമീങ്ങൾ ചിന്തിക്കുക, അങ്ങനെയാണെങ്കിൽ അല്ലാഹു ഖൈർ ഉദ്ദേശിച്ച ആളുകളാണ് ആലിമീങ്ങൾ എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ആലിമീങ്ങൾ അല്ലാത്തവരെല്ലാം ഖൈർ ഉദ്ദേശിക്കാത്ത ആൾക്കാരാണ്. അങ്ങനെയാണല്ലോ നേരെ അതിന്റെ മഫ്ഹൂമ മുഖാലഫ അങ്ങനെയാണല്ലോ കിട്ടും. അപ്പൊ ഈ ധാരാളം സമ്പന്നന്മാരായ ഉമറാക്കളെ കൊണ്ട് ദീനിൽ എത്രയോ ഖൈറുണ്ടല്ലോ. അപ്പൊ എന്താണ് ആ ഹദീസിൽ പറഞ്ഞത്? ഹദീസിൽ പറഞ്ഞത് ബാഹ്യമായിട്ട് ചിന്തിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് അത് പഠിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? മൈരിദില്ലാഹു ബിഹി ഖൈറൻ അത്തൻവീനു ലിത്തഅളീമി, വണ്ണമായ ഖൈർ, വലിയ നന്മ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അവർ അല്ലാഹു പാണ്ഡിത്യം നൽകിയിട്ട് തൗഫീഖ് നൽകി ആദരവ് കൊടുക്കും. അപ്പൊ ആലിമീങ്ങൾ അല്ലാത്തവരെ കൊണ്ടെല്ലാം ഖൈറുണ്ട് ദീനിൽ, പക്ഷെ വലിയ ഖൈറുണ്ട് അഹ്ലുകാർ, അവർ ആലിമീങ്ങളാണെന്നാണ് പരിശുദ്ധ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇമാമിങ്ങൾ നമ്മോട് പറയുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന, ലൈവായി എന്നെ ശ്രദ്ധിക്കുന്ന ലോക ജനതയോട് ഞാൻ പറയുന്നു, ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സാദാത്തുക്കൾ, അവരെ കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കില്ല, അല്ലാഹുവിന്റെ ഹബീബിന് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കില്ല. നീ കുറെ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നീ കുറെ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, നീ കുറെ ദീനീ പ്രവർത്തനാണെന്ന് പറഞ്ഞിട്ട് ചെയ്തു കൂട്ടിയിട്ട് കാര്യമില്ല. ആലിമീങ്ങളെ ചീത്ത പറഞ്ഞോ, സാദാത്തുക്കളെ നിസാരപ്പെടുത്തിയോ, അഅമാലുകൾ മഖ്ബൂലല്ല, ആഖിറത്തിലൊന്നും ഉപകരിക്കില്ല. ഓ ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദുമായി നടക്കുന്ന മുസ്ലിമീങ്ങളെ, ഓ മുസ്ലിം ചെറുപ്പക്കാരാ, നീ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന, ഐക്യം തകർക്കുന്ന ഒരു പ്രവർത്തനത്തിലും, ഒരു ഗുണ്ടാസത്തിലും, ഒരു കൊട്ടേഷൻ സംഘങ്ങളിലും, ഒരു തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും, ഒരു വർഗീയ വിഷയങ്ങളിലും മുസ്ലിമിന് മെമ്പറാകാൻ പറ്റില്ല. നീ കുത്തിത്തിരിപ്പുണ്ടാക്കണ്ട, പാരപ്പണി ചെയ്യണ്ട. അവിടെ എവിടെയും രണ്ട് സ്ഥലവും കത്തിച്ചുകൊണ്ട് നടക്കണ്ട. ഈ ദീനിനത് നാശമാണ്. നിന്റെ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ദീനിന് പ്രയാസകരമാകുന്ന അവസ്ഥ വന്നാൽ നിനക്ക് ഈമാനോടെ മരിക്കാൻ പറ്റില്ല. വളരെ ചിന്തിക്കേണ്ട ഒന്നാണ്. കൂടുതൽ കാല ജീവിതമല്ല. ഇന്നിപ്പോ പരിഷ്കാരിയായിട്ട് മുസ്ലിം പെണ്ണ് ഉറൂസിന്റെ, സ്വലാത്തിന്റെ, കല്യാണ വീടുകൾ, മരണ വീടുകൾ ഉൾപ്പെടെ ടൗണുകളിൽ മുഴുവനും മുസ്ലിം പെണ്ണ് പരിഷ്കാരിയായിട്ട് രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രയാസകരമായ അവസ്ഥയിലാണ് നമ്മുടെ
അവിടെ ജീവിതമുള്ളത്. നിങ്ങൾ കണ്ടോ? മുസ്ലിം പെണ്ണ്, ഞാൻ എല്ലാ സദസ്സിലും പറയാറുണ്ട്, വയാറ് സ്വലാത്തിന് വരുന്ന അധിക ആളുകളും എന്റെ പ്രസംഗം ശ്രദ്ധിക്കുന്ന അധിക ആളുകളും കേട്ടവരാണ്, എനിക്കറിയാം. ഞാനിത് ആവർത്തനമായി പറയല്ല, വളരെ ശക്തമായി പുതുമയോടുകൂടി തന്നെ പറയാണ്. ജനങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരാൻ എന്ന നിലക്ക് ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ അതിന്റെ ഗൗരവം അറിയാൻ മുസ്ലിം പെണ്ണിനോട് ഞാൻ പറയുന്നു, ഈമാനുള്ള ഒരൊറ്റ മുസ്ലിം പെണ്ണും ഖുർആൻ അംഗീകരിക്കുന്ന ഒരു മുസ്ലിമായ പെണ്ണും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമായ പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന വളരെ വടക്കായ പ്രവർത്തനം മുസ്ലിം പെണ്ണിന് പറ്റില്ല. മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർക്കയും പർദ്ദയും ധരിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ചിട്ട് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, മിസ് കാളുകളും മെസ്സേജുകളും ദുരുപയോഗം നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും വീട്ടിലിരിക്കുന്നവരും സ്കൂളിൽ പോകുന്നവരും കോളേജിൽ പോകുന്നവരും ജോലിക്ക് പോകുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി പോരുന്ന വളരെ മോശകരമായ ജീവിതം പെരുകിയ അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. പരിസരങ്ങളിൽ, നാം നാടുകളിൽ മുഴുവനും വാർത്തകളിൽ, പത്രമാധ്യമങ്ങളിലും, ന്യൂസുകളിലും, റിപ്പോർട്ടുകളിലും, ദൈനംദിന സംസാരങ്ങളിൽ കേൾവിയായിട്ട് നമുക്ക് ആദ്യം കേൾക്കാൻ പറ്റുന്ന വിഷയങ്ങൾ ഇതാണെങ്കിൽ, ഓ ഉമ്മമാരെ, സ്വന്തം മതത്തിൽപ്പെട്ടവന്റെ കൂടെ അന്യമതത്തിൽപ്പെട്ടവന്റെ കൂടെ ഇറങ്ങി പുറപ്പെടാൻ, അവനെ പ്രണയിക്കാൻ, അവനുമായിട്ട് ബന്ധം നിലനിർത്താൻ ഈ വ്യഭിചാര സ്വഭാവം നിന്നെ ആര് പഠിപ്പിച്ചു? ഈമാനുള്ളവർക്ക് വ്യഭിചാര സ്വഭാവം ജീവിതത്തിൽ അതേ കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അത് വളരെ വളരമാണ്, അത് വളരെ മോശമാണ്, അത് വളരെ മലീമസമാണ്, വളരെ വടക്കായ തമ്മാടിത്തമാണ്. അതുകൊണ്ടാണ് ആ പ്രവർത്തനവുമായി ബന്ധപ്പെടുമ്പോൾ തന്നെ ഈമാൻ അല്ലാഹു അത്തരക്കാരിൽ നിന്ന് മാറ്റിവെക്കുന്നു. ഇമാം ബുഖാരി സഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരിയും ആ വിഷയത്തിൽ ഏർപ്പെടുന്ന സമയം ഈമാൻ അല്ലാഹു അവരിൽ വെക്കില്ല. കണ്ണിന് സിനയുണ്ട്, ഒരു നിലക്ക് മാത്രമല്ല, അൽ ഐനാനി സിനാഹുമൻ നദർ, കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം, കയ്യിന്റേതാണ് സ്പർശനം, പിടുത്തം, കാലിന്റേതാണ് അവരിലേക്കുള്ള നടത്തം, കൽബിന്റേതാണ് അവരെ കുറിച്ചുള്ള ചിന്ത. ഇങ്ങനെ കേൾവിയും നീ ഏത് രൂപേണ മിസ്കാൾ മെസ്സേജിനുൾപ്പെടെ വാട്സപ്പിന് ഉപയോഗിക്കാൻ വേണ്ടി വരെ നിന്റെ കരങ്ങളെ നീ ചലിപ്പിക്കുന്നെങ്കിൽ ആ ചലനങ്ങൾ മുഴുവനും വ്യഭിചാരമാണെന്ന് പരിശുദ്ധ ഇസ്ലാം അതിനെ അങ്ങനെ കണ്ട് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മുസ്ലിം ആ രൂപേണ അല്ലാഹു പൊരുത്തപ്പെടാത്ത നിന്ദ്യമായ അയിമ്മത്ത് രേഖപ്പെടുത്തിയ അമാ അലിംതും അന്നസിന യൂരിഫുൽ ഇഫ്തിഖാർ എന്ന് പറഞ്ഞ ആ വളരെ വടക്കായ വ്യഭിചാരം, ആ ഹറാമിന്റെ സ്നേഹബന്ധം ഏതെങ്കിലും മുസ്ലിം പുരുഷനോ സ്ത്രീയോ ഈ പച്ചമ്പളം മഖാം ഉറൂസിൽ അതേ മഹാന്മാർ അന്തിയിറങ്ങുന്ന ഈ മഖാം ഉറൂസിൽ എത്തിപ്പെട്ട എല്ലാ സഹോദരിമാരോട് ഞാൻ പറയുന്നു, ആ രൂപേണ ജീവിതം ഹറാമ് നിലനിർത്തിയ വ്യഭിചാര ബന്ധം നിലനിർത്തിയ ആളുകളുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി മരണം വരെ അത്തരം ഹറാമിന്റെ വിഷയത്തിലേക്ക് പോകൂല എന്ന നിലക്ക് ഇവിടെ ഒരാളുടെയെങ്കിലും മനസ്സ് മാറിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഈ ഉറൂസിന്റെ മജ്ലിസ് നമുക്ക് കബൂലായി, നമുക്ക് സന്തോഷിക്കാം. ഖുർആന്റെ പ്രഖ്യാപനം പോലെ, ആഹ്വാനം പോലെ, നിർദ്ദേശം പോലെ ഉപദേശം ഈമാനുള്ളവർക്ക് ഫലവത്താകും. അതുപോലെ ഞാൻ നാട്ടിൽ നടക്കുന്ന ഈ സദസ്സിൽ ധാരാളം മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, എന്റെ സദസ്സിൽ കാസർഗോഡ് ജില്ലക്കാർ സ്വാലിഹീങ്ങളെ, മഹാന്മാരെ, ഔലിയാക്കളെ, സാദാത്തുക്കളെ, ആലിമീങ്ങളെ വലിയ ആദരവും സ്നേഹവും നിലനിർത്തുന്ന ജില്ലക്കാരാണ്. ഈ ജില്ലയിലെ
സ്വഹാബത്തിന്റെ പരിസരത്ത് താമസിക്കുന്ന എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ സ്വഹാബത്ത് ഉൾക്കൊള്ളാത്ത, സ്വഹാബത്ത് ജീവൻ കൊടുത്ത് പോറ്റി വളർത്തിയ, സർവസ്വവും കൊടുത്ത് പോറ്റി വളർത്തിയിട്ട് ഒരു പോറലും മങ്ങലുമേൽക്കാതെ നമ്മിലേക്ക് കൈമാറിയ ദീനിനെ ഞങ്ങൾ ഇസ്ലാമിക തറവാട്ടിൽ ജനിച്ചവരാണെന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ മുസ്ലിംകളാണെന്ന് പറഞ്ഞിട്ട് മുസൽമാന്റെ പേരിട്ട നീ ബാർബർ ഷോപ്പുകളിൽ പോയിട്ട് ഇസ്ലാമിന് നിരക്കാത്ത, ഈമാന് നിരക്കാത്ത, ഇസ്ലാമിന്റെ ഷിയാറുകളെ കാറ്റിൽ പറത്തിയിട്ട് ഭ്രാന്തമായ കോലം കൊള്ളുന്ന ഹെയർ സ്റ്റൈലുമായിട്ട്, കട്ടിങ്ങുമായിട്ട്, മുൻവശം മുട്ടിപ്പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ട് ചെറിയ വളർന്നു വരുന്ന ആൺകുട്ടികളെ, 2-3 വയസ്സിലായിട്ട് വളർന്നു വരുന്ന ആൺകുട്ടികളെ പോലും അംഗവൈകല്യവും വൈകല്യവും സംഭവിച്ച് കിടന്ന കിടപ്പിൽ തന്നെ വിസർജ്യം എടുത്തു മാറ്റേണ്ട ആൺമക്കളെ ഉൾപ്പെടെ ഈ രൂപേണ മുടി കട്ടിക്ക് ചെയ്യാൻ പ്രയാസമില്ലാത്ത, വിഷമമില്ലാത്ത, ധിക്കാരികളായ, അഹങ്കാരികളായ, അനീതിയും ഒൽമുമായിട്ട് നടക്കുന്ന മുസ്ലിം പെണ്ണ് വർദ്ധിച്ച ഈ കാലഘട്ടം. ഞാൻ പറയുന്നു മുസ്ലിം ചെറുപ്പക്കാരെ, ആ കോലം മുസ്ലിമിന് പറ്റിയ കോലമല്ല. ഈ സദസ്സിൽ അത്തരം മുൻവശം കൂടുതൽ വെച്ച് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള, അള്ള പൊരുത്തപ്പെടാത്ത അത്തരം മുടിയുടെ കട്ടിങ് പതിവാക്കിയവരുണ്ടെങ്കിൽ നാളെ തന്നെ ഈമാനിന്റെ കോലത്തിലേക്ക് മടങ്ങാൻ ഈ പച്ചമ്പളം മഖാമുറൂസ് നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി പറയാം. അല്ലാതെ ഇവിടെ കുറെ താരീഖ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ പറഞ്ഞിട്ട് പോയതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ സംസാരങ്ങൾ അത് ദീനിന് ഫലവത്താവണം. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് ഉപദേശിച്ച നിർദ്ദേശങ്ങളാണ്. മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി പോകാൻ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രമുഖ സ്വഹാബിയുടെ മനസ്സ് വിഷമിച്ചു. എന്റെ ഹബീബിനെ വിട്ടുപിരിയുന്ന വേർപാടിന്റെ പ്രയാസം, എനിക്ക് എന്റെ ഹബീബിനെ കാണാൻ പറ്റില്ലല്ലോ ഞാൻ പോയാൽ. തങ്ങളെ മുഖത്ത് നോക്കിയാൽ ടെൻഷനില്ല, ദാഹമില്ല, ക്ഷീണമില്ല, വിശപ്പില്ല, നേരം പോകുന്നത് അറിയുന്നില്ല. ആ വല്ലാത്ത ശറഫുള്ള ഇബാദത്ത് ആ തങ്ങളുമായിട്ട് നിസ്കാരത്തിലും മറ്റ് സർവ്വസമയത്തും സംഗമിക്കാൻ കിട്ടുന്ന വലിയ തൗഫീഖ് നഷ്ടപ്പെടുമോ എന്ന നിലക്ക് മനസ്സിൽ വല്ലാത്ത പ്രയാസം. ഹബീബ് യമനിലേക്ക് പോകാൻ പറഞ്ഞപ്പോ വലിയ വേദന കൽബിന്. ശിഷ്യരായ മുആദ് തങ്ങളുടെ കൽബിന്റെ വേദന അറിഞ്ഞു. ഗുരുവര്യരും കൂടിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ മുആദ്, യാ മുആദ്, ഓ മുആദ്, നിങ്ങൾ വിഷമിക്കണ്ട, വേദനിക്കണ്ട, പ്രയാസപ്പെടണ്ട, ടെൻഷൻ വേണ്ട. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഓ മുആദ്, നിങ്ങളുടെ വാക്ക് കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ ജീവിതം കാരണം, നിങ്ങളുടെ പ്രബോധനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസത്തക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ആ പ്രബോധനമാണ്, ദഅവത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലക്കുള്ള ഒരു ഖൈറിന്റെ, ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ഖൈറിന്റെ മജ്ലിസായി ഈ മജ്ലിസ് നമുക്ക് മാറണം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരൊറ്റ വക്ത് നമസ്കാരം ഖളാക്കണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, ലഹരി ഉപയോഗം വർദ്ധിച്ച കാലമാണ്. സ്കൂൾ പരിസരങ്ങൾ, കലാലയങ്ങൾ ലഹരി സ്പ്രേ ആയിട്ട് വിറ്റഴിക്കപ്പെടുന്ന കാലമാണ്. നാം അറിയുന്നു, ഉപ്പളയിലും നമ്മുടെ പരിസരങ്ങളിൽ, കാസർഗോഡ് ഉൾപ്പെടെ നമ്മുടെ പരിസരങ്ങളിൽ ലഹരി ഉപയോഗം, കഞ്ചാവ് ഉൾപ്പെടെ വർദ്ധിച്ച ഈ കാലഘട്ടം. മുസ്ലിമിന് ലഹരി ഉപയോഗം പാടില്ല. എങ്ങനെ മുസ്ലിം കള്ള് കൂടിയാനാകും? എങ്ങനെ കഞ്ചാവ് വലിക്കാരനാകും? എങ്ങനെ മുസ്ലിം ഹാൻസ് വെക്കും? എങ്ങനെ പാൻപരാഗ് ചവക്കും? എങ്ങനെ മധു തിന്നും? മുസ്ലിമിന് പറ്റില്ല. അത് പൈശാചിക പ്രവർത്തനങ്ങളെന്ന് ഖുർആൻ പറഞ്ഞ തീനത്തുൽ ഖബാൽ, ലഹരി ഉപയോഗക്കാരെ ഇടപെടാതെ, സെക്കൻഡ് ഇടപെടാതെ നരകത്തിൽ കുടിപ്പിച്ച് അദാബാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് അങ്ങ് വിശദീകരിച്ചു കൊടുക്കുമ്പോ
മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, തീനത്തുൽ ഖബാൽ എന്നാൽ എന്താണ് തങ്ങളെ? സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിനെ തങ്ങൾ പഠിപ്പിക്കുന്നു, മക്കളെ, അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലമാണ് തീനത്തുൽ ഖബാൽ. അതിങ്ങനെ ഇടക്കടി ഇടപെടാതെ കുടിപ്പിച്ച് ലഹരി ഉപയോഗക്കാരെ ശക്തമായ നിലക്ക് ഖബറിൽ, നരകത്തിൽ അല്ലാഹു അദാബാക്കുമെന്ന് തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ ചെറിയ കാല ആയുസ്, കുറഞ്ഞ കാല ആയുസ് നാം തോന്നിയതുപോലെ ജീവിച്ച് നഷ്ടപ്പെടുത്തണ്ട. കുറഞ്ഞ കാലം ഇനി ആകെ ഉള്ളൂ ലോകത്തന്നെ, അത് നാം മനസ്സിലാക്കണം. തങ്ങൾ ഖിയാമത്തിന്റെ അലാമത്ത് പറഞ്ഞത് മുഴുവനും വ്യക്തമല്ലേ, മുഴുവനും ബോധ്യമാണ്. ജനങ്ങളുടെ പേക്കൂറുകൾ, എന്തെല്ലാം തോന്നിവാസങ്ങൾ. ഇവിടെ പിന്നെ അത്തരക്കാരില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഇസ്ലാമിന്റെ, ഖുർആനിന്റെ, തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് മുജാഹിദുകാരൻ, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ, തബ്ലീഗ് ജമാഅത്തുകാരൻ, സലഫി എന്ന പേരിൽ പല പുത്തൻ പ്രസ്ഥാനക്കാരും രംഗത്ത് വന്നിട്ട് ഉറൂസുകൾ ശിർക്കാണ്, മൗലിദ് ശിർക്കാണ്, മഹാന്മാരെ ബഹുമാനം പറയാൻ പാടില്ല, ഹബീബായ തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ സാധാരണക്കാരെന്ന് പറഞ്ഞ് പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാരെ തള്ളിപ്പറയുന്ന പുത്തൻ പ്രസ്ഥാനക്കാർ രംഗത്ത് വന്ന കാലം അല്ലേ? മറുഭാഗത്ത് സ്ത്രീകളുടെ കുത്തഴിഞ്ഞ ജീവിതം, പുരുഷന്മാരുടെ ഹറാമിന്റെ ഈ അഴിഞ്ഞാട്ടം, ഡാൻസുകളും മാപ്പിളപ്പാട്ടിന്റെ അഹലുകാരായ ചെറുപ്പക്കാരികളെ ഈമാനുള്ളവർക്ക് പറ്റുമോ? പലവരും വാട്സപ്പിലും അല്ലാതെയും നിങ്ങളുടെ മൊബൈലുകളിൽ നിറച്ചു വച്ചിരിക്കുന്ന, ചിപ്പുകളിൽ നിറച്ചു വച്ചിരിക്കുന്ന തോന്നിവാസങ്ങൾ, സിനിമയും സീരിയലും മാപ്പിളപ്പാട്ട് ഉൾപ്പെടെ, പ്രേമഗാനങ്ങൾ ഉൾപ്പെടെ, അതെല്ലാം ശരീരത്തിൽ ബന്ധിപ്പിച്ച് കൽബിൽ നിറച്ചിട്ടാണ് ഉറൂസിന് വരുന്നത്. അങ്ങനെയാണ് സ്വലാത്തിന് വരുന്നത്, അങ്ങനെയാണ് ആലിമീങ്ങൾ, ഔലിയാക്കൾ ഹലവത്തിൽ വരുന്നത്. എന്നിട്ട് പറയുന്നു ദോഷം തീർക്കണേ, ക്യാൻസറാണ് സുഖപ്പെടണേ, കിഡ്നിന്റെ തകരാറ് മാറണേ എന്ന് പറഞ്ഞാൽ മഹാന്മാരെ അത് അനാദരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ വിലവെക്കാതെ ഹറാമ് പോലും ജീവിതത്തിൽ നിന്ന് അങ്ങ് മാറ്റിവെക്കാൻ റെഡിയല്ലാത്ത നീ അള്ളാഹുവിന്റെ ഹബീബിന്റെ സദസ്സിൽ വന്നാൽ അത് ദീനിനോട് ചെയ്യുന്ന മര്യാദക്കേടായിരിക്കും എന്ന് മനസ്സിലാക്കണേ മുസ്ലിം ചെറുപ്പക്കാരികളെ. പലവരും പറഞ്ഞു കേൾക്കുന്നു, മരണ വീടുകളിൽ പോലും ടൈം പാസിന് വേണ്ടി മയ്യത്തെടുക്കാൻ കുറച്ച് ടൈം വൈകുന്നു കണ്ടാൽ സഹോദരിമാര് ബാഗിലുള്ള മൊബൈല് കൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പലവരും പറയുന്നത് കേൾക്കുന്നു. ഈ ഉമ്മത്തിലെ പെണ്ണുങ്ങൾ അല്ലാഹു നന്നാക്കി തരട്ടെ. എന്താ ഈ പെണ്ണുങ്ങൾ ഇത്ര ചിന്തയില്ലാത്തവരായി പോയി? എന്തേ അള്ളാഹുവിന്റെ ദീനിനോട് ഇത്ര കൂറില്ലാത്തവരായി പോയി? എന്തേ ഇത്ര പരിഷ്കാരികളായത്? ഓ ഉമ്മമാരെ, നിങ്ങൾക്ക് മരിക്കണ്ടേ? നിങ്ങളുടെ ഈ പരിഷ്കാരം, നിങ്ങളുടെ ഈ ഹറാമിന്റെ ചിന്ത, നിങ്ങളുടെ ഈ ഹറാമിന്റെ ജീവിതം, നിങ്ങളുടെ ഈ ഹറാമിന്റെ സ്നേഹബന്ധം, നിങ്ങളുടെ ഈ പരിഷ്കാരത്തിന്റെ ഹറാമായ കുത്തഴിഞ്ഞ അഴിഞ്ഞാട്ടം ഈ രൂപേണ ജീവിക്കുന്ന മുസ്ലിം പെണ്ണിനെ സംബന്ധിച്ച് സിൻഫാൻ മിൻ അഹ്ലിൻ നാർ എന്ന് നരകത്തിന്റെ അഹലുകാരിൽ പ്രധാനികളായ രണ്ടു കൂട്ടക്കാരെന്ന് പറഞ്ഞ് തങ്ങൾ എണ്ണിയ വളരെ മോശപ്പെട്ട ഒരു വർഗമാണ് വനിസാഉൽ കാസിയാത്ത്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അതിന്റെ അവസാനം നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും, ലാ യദ്ഖുലുൽ ജന്ന, ഈ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗ്ഗമില്ല. ഞങ്ങൾ നിസ്കരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഖുർആൻ ഓതുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഖുർആന്റെ അനുയായിയാകണം, ഖുർആന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നവരാകണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആള്. എന്നിട്ട് അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന ആളാന്നും പറഞ്ഞിട്ട് നിസ്കാരത്തിന് വേണ്ടി നിന്നിട്ട് ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ജീവിതവും മരണവും നിസ്കാരവും ഹജ്ജും ഉംറയും എല്ലാം സക്കാത്ത് ഉൾപ്പെടെ സർവ്വ പ്രവർത്തനവും അള്ളാഹ്ക്ക് വേണ്ടിയാണെന്ന് നിസ്കാരത്തിൽ അള്ളാഹിനോട് പറഞ്ഞിട്ട് അള്ളാന്റെ ദീനിന് നിരക്കാത്ത വിഷയങ്ങൾ നീ ചെയ്താൽ ഇതിന്റെ പേരാണ് ധിക്കാരം, അതിന്റെ പേരാണ് അഹങ്കാരം. അഹങ്കാരികളും ധിക്കാരികളും കത്തിച്ചലിക്കുന്ന നരകത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മറക്കാതിരിക്കുക. ഓ മുസ്ലിമീങ്ങളെ, ഒരൊറ്റ വഖ്ത് നിസ്കാരം ഖളാ ആക്കണ്ട.
ഇത് മഹാനരായ ശൈഖ് റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാര് അത് ബഹുമാനം പറയുന്ന മാസത്തിന്റെ അവസാന ടൈമുകളാണ്. ഈ പച്ചമ്പളം മഖാമിൽ അന്തിയുറങ്ങുന്ന മഹാനരായ ഒരു വലിയ ആ മഹാന്റെ ഉറൂസിന്റെ 13ാമത്തെ ദിവസമായ ഇന്ന് ഒരുമിച്ച് കൂടിയ സകല വിശ്വാസികളോടും ഞാൻ പറഞ്ഞു വാക്കു ചുരുക്കുന്നു. സ്വാലിഹീങ്ങൾ ലോകത്തോട് പറയുന്നു, ആരിഫീങ്ങൾ പ്രഖ്യാപനം നടത്തുന്നു. മക്കളെ, അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവ് നശിക്കുന്ന ലോകമാണ്. ഇവിടത്തെ ഉമ്മവാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽക്കില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ലാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ഭംഗിയും ആരോഗ്യവും ഒരു സമ്പത്തിനും ഒരു സ്വാധീനത്തിനും നിലനിൽപ്പില്ല. ഇസ്ലാമിന്റെ തറവാട്ടിൽ ജനിച്ചു വളർന്ന മഹല്ല് ജമാഅത്തുകളിൽ ഇസ്ലാമിന്റെ വിഷയങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുസ്ലിം കാരണവന്മാരെ, നിങ്ങളെ വീടുകളിൽ കല്യാണം നടക്കുമ്പോ, നിങ്ങളെ മകന്റെയോ മകളുടെയോ കല്യാണം നടക്കുമ്പോ, നിങ്ങളെ പെങ്ങളെ കല്യാണം നടക്കുമ്പോ മഞ്ഞ കല്യാണം എന്ന പേരിൽ അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് ഈ ദീനിനോട് വലിയ ധിക്കാരം ചെയ്യുന്ന ഓ കാസർഗോഡ് ജില്ലക്കാരെ, നിങ്ങളെ അല്ലാഹ് വെറുതെ വിടൂല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ മരുഭൂമി താണ്ടിയിട്ട് ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വഹാബത്തിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചതിന്റെ പേരിൽ, ഹബീബിന്റെ സ്നേഹത്തിലേക്ക് ലയിച്ചതിന്റെ പേരിൽ അവരെ തലാത വെട്ടിയെടുത്തില്ലേ, കുത്തിയെടുത്തില്ലേ, ശരീരം മുഴുവനും മുറിച്ച് മുറിച്ച് കഷണമാക്കിയില്ലേ, ജയിലിലടക്കപ്പെട്ടില്ലേ, പല അക്രമങ്ങളും നടത്തില്ലേ. മഹാന്മാരായ ഔലിയാക്കള് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ദീനിൽ അടിയുറച്ചതിന്റെ പേരിൽ കത്തിജ്വലിക്കുന്ന തിളച്ചുമറിയുന്ന എണ്ണയിൽ ജീവനുള്ള ശരീരത്തിന്റെ അവയവങ്ങൾ മുക്കിയെടുത്തിട്ട് സത്യപ്രസാദത്തിൽ നിന്ന് പിറകോട്ടുള്ളത് കണ്ടപ്പോൾ ജീവനുള്ള ശരീരം മുഴുവനും അതാ എണ്ണയിൽ മുക്കി കൊല ചെയ്ത് രക്തസാക്ഷിത്വം വഹിച്ച് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഒരു മങ്ങലും പോറലും ഏൽക്കാതെ നമ്മിലേക്ക് ദീൻ കഥ കൈമാറിയിട്ട് ഞങ്ങൾ സ്വഹാബത്തിന്റെ നാട്ടുകാരാണ്, ഞങ്ങൾ സ്വഹാബത്ത് അന്തിയുറങ്ങുന്ന മഹല്ല് ജമാഅത്തുകാരാണെന്ന് പറഞ്ഞ് അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് ഏത് മഞ്ഞ കല്യാണമാണെങ്കിലും, ഏത് മൈലാഞ്ചി കല്യാണം എന്ന പേരിലാണെങ്കിലും അല്ലാഹുവിന്റെ ദീനിനെ നിരക്കാത്ത നിലയ്ക്ക് ഡാൻസും മാപ്പിളപ്പാട്ടും ഹിന്ദി മ്യൂസിക് പാട്ടും ഉൾപ്പെടെ പേക്കൂത്തുകളും ലഹരിയുമായി ആട്ടവും ചാട്ടവും പാട്ടുമായിട്ട് ആരെങ്കിലും ഈ ദീനിനെ അവഹേളിക്കാൻ നിന്നാൽ അത് സ്വഹാബത്തിനോട് ചെയ്യുന്ന ധിക്കാരമാണ്, റസൂലുള്ളാഹിനോട് ചെയ്യുന്ന ധിക്കാരമാണ്. കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധ ഇസ്ലാം എന്ന ലോകത്ത് പഠിപ്പിച്ച പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അവസാന കാലഘട്ടം വന്നാൽ ഈ ഉമ്മത്ത് 73 വിഭാഗമായിട്ട് പിരിയുമെന്നും തങ്ങൾ പറയുന്നു. കുല്ലും ഫിന്നാർ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു പാർട്ടിയെ സ്വർഗത്തിലേക്കുള്ളൂ. അപ്പൊ സ്വഹാബത്ത് തങ്ങളോട് ചോദിക്കുന്നു, ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ്, ആ സ്വർഗത്തിലേക്കുള്ള സത്യപ്രസ്ഥാനക്കാരാണ് തങ്ങള്? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി ലോക ജനതക്കഥാ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ വിശദീകരണം നൽകുന്നു. ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്? ആ പരിശുദ്ധ ആശയം മഹാന്മാരായ അയിമ്മത്തിന് കൈമാറിയിട്ട് പരമ്പര പരമ്പര പരമ്പരയായി ഔലിയാക്കളിലൂടെ, ആരിഫീങ്ങളിലൂടെ, മുത്തഖീങ്ങളായ ഉലമാ സ്വാലിഹീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ ദീൻ അത് സുന്നി പ്രസ്ഥാനം മാത്രമാണ് കേട്ടോ, അഹ്ലു സുന്ന മാത്രമാണ് കേട്ടോ, സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് കേട്ടോ. ആ
സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ഒരു തൽവാദിയുമായിട്ട് ഒരു സ്നേഹാദരവും മുസ്ലിമിന് പറ്റില്ല. അത് തങ്ങൾ പഠിപ്പിച്ചതാണ്. മവഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. ഒരു പുത്തനാശയക്കാരനെ ഒരാൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അവനോടുള്ള സ്നേഹാദരവ് നിലനിർത്തിയാൽ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ അവനെ സഹായിക്കലാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീൻ പൊളിക്കുന്ന കൂട്ടക്കാരിൽ അകപ്പെടേണ്ട മുസ്ലിമേ, ഇത് അവസാന കാലഘട്ടമാണ്. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നോ അഹ്ലു സുന്നയുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ സംഘടനകളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ദീനിൽ ഖൈറായ വിഷയങ്ങളുമായി സഹകരിച്ച് വതആവനു അലൽ ബിർരി വത്തഖ്വ, അതാ ഖുർആൻ പറഞ്ഞു. ഗുണകരമായ വിഷയത്തിൽ പരസ്പരം സഹായിക്കുക. അവിടെ അഭിപ്രായം പറയാൻ നിൽക്കണ്ട, അവിടെ കുഴപ്പമുണ്ടാക്കാൻ നിൽക്കണ്ട, അവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ നിൽക്കണ്ട. അതല്ല നമ്മുടെ ആഖിറത്തിനെ ബാധിക്കും. ഒരു ചെറിയ രോഗം അങ്ങ് ഒരു വയറ്റുനോക്ക് വന്നാൽ തളർന്നില്ലേ മനുഷ്യൻ? തലവേദന വന്ന അശക്തമായ അസഹ്യമായ തലവേദന കൊണ്ട് ഇന്നലെ ഒരാൾ വന്നിട്ട് തലവേദന ശക്തമായിട്ട് കണ്ണിന്റെ പോളം തുറയുന്നില്ല. അള്ളാഹു സുഖപ്പെടുത്തട്ടെ. എത്ര ചെറുപ്പക്കാർ നമ്മുടെ മുമ്പിൽ വരുന്നു. സാധുവായ ഞാൻ മലപ്പുറത്തിന്റെ വീട്ടിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും എല്ലാ ആഴ്ചയിലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ ഓരോ ദിവസവും ഏകദേശം 10,000-ഓളം ആള് സുബഹി തൊട്ട് രാത്രി വരെ വരും. അവിടെ വരുന്ന കൂട്ടത്തിൽ മാരകമായ ക്യാൻസർ അടക്കം ബാധിച്ച് ഡോക്ടർമാർ കൈവിട്ട് പുഴുക്കൾ പോലും വ്രണപ്പെട്ട മുറിവിൽ നിന്ന് പുറത്തു വരുന്ന ആളുകളെ ആംബുലൻസിലും അല്ലാതെയും കൊണ്ടുവരാറുണ്ട്. ബായാറിലും വരാറുണ്ട്, ബായാർ സ്വലാത്തിന് വരാറുണ്ട്, മൂന്നാക്കൽ സ്വലാത്തിന് വരാറുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് മലദ്വാരത്തിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാരും മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിട്ട് വ്രണപ്പെട്ട മുറിവിൽ നിന്ന് പുഴുക്കൾ വരുന്നു. അതുകൊണ്ട് ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണം, എനിക്ക് വേദന സഹിക്കാൻ വയ്യ, രാത്രിയായാൽ എനിക്ക് ചുമ വരും, ശ്വാസത്തിന് തിക്ക് വരും, ശക്തമായ പനി വരും, ഒരു മുറുക്ക് വെള്ളമുള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദ്ദിക്കും, ഞാൻ സഹിച്ചു മടുത്തു, അതുകൊണ്ട് നാളെ ഈ സമയമാകുമ്പോഴേക്ക് ഖബറെത്താൻ ദ്വാരക്കണം തങ്ങളെ എന്ന് കരഞ്ഞു പറഞ്ഞ ചെറുപ്പക്കാരെ നമുക്കറിയാൻ പറ്റുമെങ്കിൽ, ഓ മുസ്ലിം സഹോദര സഹോദരിമാരെ, അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു ചെറിയ രോഗം നൽകി നമ്മെ ഒന്ന് പരീക്ഷിച്ചിട്ട് തൽക്കാലം മെഡിസിൻ കൊണ്ട് ഫലപ്പെടാതെ ഒരു വിദഗ്ധമായ റിപ്പോർട്ട് ചെക്കപ്പ് നടത്താൻ ഒരു വിദഗ്ധനായ ഡോക്ടറുടെ നിർദ്ദേശം കിട്ടിയിട്ട് ആ ചെക്കപ്പ് നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് റിസൾട്ടിൽ മാരക രോഗമാണ്, ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് നമുക്ക് കിട്ടിയാൽ പിന്നെ ഹറാമിന്റെ ചിന്തയുണ്ടോ? പിന്നെ പരിഷ്കാരത്തിൽ മുടി കെട്ടുകയോ? പിന്നെ ലഹരി ഉപയോഗിക്കോ? പിന്നെ ഗുണ്ടാസെറ്റിൽ പെടോ? പിന്നെ പരിഷ്കാരിയായിട്ട് മുസ്ലിം പെണ്ണിറങ്ങോ? വാട്സപ്പിന് ദുരുപയോഗം നടത്തോ? അള്ള പൊരുത്തപ്പെടാത്ത ജീവിതത്തിൽ കൊണ്ടുവരോ? അയൽവാസികളുമായി പിണങ്ങോ? കുടുംബബന്ധം മുറിക്കോ? അഹങ്കാര ചിന്തയുണ്ടോ? ധിക്കാര സ്വഭാവം വരുമോ? അതുകൊണ്ട് ഈ ദുനിയാവിലെ ചുരുങ്ങിയ കാലായുസ്, മരണം അത് യാഥാർത്ഥ്യമാണ്.